കൊല്ലം ജില്ലയിലെ പ്രശസ്ത കായൽ പരപ്പായ അഷ്ടമുടിയുടെ ഒരു ഭാഗമായി കാഞ്ഞിരങ്കോട്ട് കായൽ നിറഞ്ഞൊഴുകുന്നു. കാഞ്ഞിരങ്കോട്ട് കായലിലെ കരിമീൻ രുചിയുടെ കാര്യത്തിൽ ഏറെ പ്രസിദ്ധവുമാണ്. കായലോരത്തെ കുണ്ടറ ഗ്രാമത്തിനും കാർഷിക സമൃദ്ധിയുടെ ഒരു വലിയ പാരമ്പര്യം തന്നെയുണ്ട്. കശുവണ്ടി ഉൽപാദനത്തോടൊപ്പം കളിമൺ വ്യവസായത്തിലും ഈ നാടിന്റെ ഖ്യാതി ഒന്ന് വേറെ തന്നെ. കാലമാറ്റങ്ങൾക്കൊപ്പം എത്തിയ പല വിധത്തിലുള്ള കാർഷിക പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച് ആർജവമേറിയ ഒരു അതിജീവനം സാധ്യമാക്കി പോരുന്ന ഒരു കാർഷിക സമൂഹം ഇന്നും ഈ മണ്ണിലുണ്ട്. അതിന്റെ ഒരു നേർക്കാഴ്ചയാണ് കുണ്ടറയുടെ ക്ഷീരമേഖല. 1000-ഓളം ക്ഷീര കർഷകർ അംഗങ്ങളായി കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെ കാലമായി പ്രവർത്തിച്ചു പോരുന്ന കുണ്ടറ ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിലെ പാലളവ് വേളകൾ കാട്ടിത്തരുന്നത് കുണ്ടറയിലെ ക്ഷീര സംരംഭകരുടെ ആ ജീവിത വിജയം തന്നെ. ഈ ക്ഷീര സഹകരണ സംഘത്തിൽ കൂടുതൽ പാലളക്കുന്ന കർഷകരിൽ ഒരാളാണ് കുണ്ടറ കാഞ്ഞിരങ്കോട്ട് ശങ്കരമംഗലത്ത് വീട്ടിൽ എസ് പ്രദീപ് കുമാർ. പരമ്പരാഗതമായി ഒരു കർഷക കുടുംബത്തിലെ അംഗമാണ് ഞാൻ. ഇപ്പോഴും പശു വളർത്തലും അതിൻ്റെ കൂടൊപ്പം പശു വളർത്തലും നടത്തിക്കൊണ്ട് പോരുന്നു. ഇപ്പോൾ ശാസ്ത്രീയപരമായിട്ട് ഒരു ഫാം നടത്തി ഇപ്പോൾ അത് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ ഇപ്പോൾ അത് പ്രവർത്തിച്ചുകൊണ്ട് പോകുന്നു. ഇപ്പോഴും നമ്മുടെ പുതിയ ടെക്നോളജി വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 4 മണിക്ക് കറവ നടത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. ചാണകവും എല്ലാം നീക്കി പശുവിൻ്റെ അകിടുമെല്ലാം കഴുകി കറവ മെഷീനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കറവ ഏതാണ്ട് 5:30 ആകുമ്പോൾ കറവ കഴിയും. അത് ഇവിടെ തൊട്ടടുത്തുള്ള ക്ഷീര വകുപ്പിൻ്റെ സഹകരണ സംഘത്തിൽ അത് എത്തിക്കാറുണ്ട്. ദിവസം ഒരു 90 ലിറ്റർ പാല് സംഘത്തിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ നാട്ടിലുള്ള ആൾക്കാർക്കും ഇവിടെ പാല് വിതരണം ചെയ്യുന്നുണ്ട്. പാരമ്പര്യമായി ലഭിച്ച താൽപര്യമാണ് പ്രദീപിനെ കാർഷിക മേഖലയിലേക്ക് എത്തിച്ചത്. കുറച്ചുകാലം ഗൾഫിലെ മണ്ണിൽ പ്രവാസ ജീവിതം നയിച്ചുവെങ്കിലും കാഞ്ഞിലോട്ട് കായൽ തീരത്തെ കൃഷിയിടം പ്രദീപിനെ നാട്ടിലേക്ക് മടക്കി വിളിക്കുകയായിരുന്നു. സ്വന്തമായുള്ള നിരീക്ഷണ ബുദ്ധിയും നിശ്ചയദാർഢ്യവും കൈമുതലാക്കി ആധുനിക സാങ്കേതിക സംവിധാനങ്ങളിലുള്ള പശുപരിപാലന രീതി നടപ്പാക്കുവാൻ തന്നെ ആ ചെറുപ്പക്കാരൻ തീരുമാനിച്ചു. ജേഴ്സി, HF, നാടൻ എന്നീ ഇനങ്ങളിൽപ്പെട്ട 15 പശുക്കളാണ് ഇന്ന് പ്രദീപിന്റെ തുരുത്തിലുള്ളത്. ഇതിൽ ഇപ്പോൾ കറവയുള്ളവ 5 എണ്ണം മാത്രം. ഞാനിപ്പം ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഈ ശാസ്ത്രീയപരമായ രീതിയിലാണ് ഇപ്പോൾ ഈ തൊഴുത്ത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നീളമെന്ന് പറയുന്നത് 14 അടി പൊക്കമാണ്. നീളം 45 അടിയാണ്. വീതി 28. ഇത്രയും പൊക്കവും വീതിയും നീളം ഇതുമെല്ലാം കൊണ്ട് ഇതിൽ കൂടെ നല്ലതുപോലെ വായുസഞ്ചാരം ലഭിക്കുന്നുണ്ട്. കാറ്റ് കാര്യങ്ങൾ നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ചൂട് സമയത്താണെങ്കിൽ പോലും പശുക്കൾക്ക് ചൂട് അനുഭവപ്പെടുകയോ അണപ്പ് അങ്ങനെയുള്ള ഒന്നും ഇതുവരെ കണ്ടു തോന്നുന്നില്ല. അത് വിജയകരമായിട്ടാണെന്നുള്ളതാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഇതിന് നിൽക്കാൻ വേണ്ടി ഇവിടെ മാറ്റ്, തറയിൽ ചവിട്ടി നിൽക്കാനുള്ള മാറ്റ് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത് കാരണം പശുവിൻ്റെ വെയിറ്റ് നമ്മുടെ സിമെൻറ്റ് തറയിൽ കുളമ്പ്, തേയ്മാനം അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നില്ല. അതുപോലെ പശു കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ അതിൻ്റെ ബോഡി സിമെൻറ്റ് തറയിൽ ഉരഞ്ഞ് അല്ലെങ്കിൽ അവിടുത്തെ തൊലി പൊട്ടുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ അതും വളരെ വിജയകരമായി തോന്നുന്നു. അതുപോലെ വാട്ടർ ഡ്രിങ്കിങ് സിസ്റ്റം ഓട്ടോമാറ്റിക്കാണ്. ഏത് സമയത്തും പശുവിന് വെള്ളം കുടിക്കാൻ സാധിക്കുന്നുണ്ട്. വെള്ളം വലിച്ചു കുടിക്കുമ്പോൾ അത്രയും തന്നെ കയറുന്ന ഓട്ടോമാറ്റിക് ലെവൽ സംവിധാനം അത് സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ ഇത്രയും വായുസഞ്ചാരം ഉണ്ടെങ്കിലും എല്ലാ പശുവിനും ഫാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഫാൻ എപ്പോഴും ഉപയോഗിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ തന്നെയും ചൂട് സമയമാണെങ്കിൽ നമ്മൾ ഉപയോഗിച്ചാൽ അത് വളരെ ആശ്വാസകരമാകുന്നു. അത് ചില സമയങ്ങളിൽ കൊതുക്, ഈച്ച ഇങ്ങനെയുള്ള പ്രാണികളെ തുരത്താൻ ഈ ഫാൻ ഇടുമ്പോൾ അത് വളരെ പ്രയോജനകരമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പശുവിൻ്റെ മൂത്രം, ചാണം ഇത് ഒഴുകി പോകാൻ വേണ്ടി അപ്പോൾ തന്നെ ഒഴുകി പോകാൻ വേണ്ടി ഓട നിർമ്മിച്ചിരിക്കുന്നത്. വീഴുമ്പോൾ തന്നെ അത് ഓട വഴി ബയോഗ്യാസ് പ്ലാന്റിലോട്ട് പോകാനുള്ള ആ ഒരു സജ്ജീകരണവും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. 14 അടി ഉയരമുള്ള
ചൂട് നിയന്ത്രിക്കുവാൻ കഴിവുള്ള ഷീറ്റുകൾ പാകി തൊഴുത്തിന്റെ മേൽക്കൂര തീർത്തിരിക്കുന്നു. തുറസായ നിർമ്മാണ രീതി കാറ്റിനെയും വെളിച്ചത്തെയും യഥേഷ്ടം തൊഴുത്തിലേക്ക് എത്തിക്കുന്നു. 2 നിരകളിലായി പുറത്തേക്ക് അഭിമുഖമായാണ് പശുക്കളെ തൊഴുത്തിൽ നിർത്തിയിരിക്കുന്നത്. തൊഴുത്തിനു സമീപം വളർന്നു പന്തലിച്ച മരങ്ങളേകുന്ന തണൽ മൂലം തണുപ്പിന്റെ അന്തരീക്ഷം തൊഴുത്തിൽ സദാ നിലനിൽക്കുന്നു. തൊഴുത്തിനുള്ളിൽ കുളിർമ പകരുവാൻ ഫാനുകളും കറങ്ങുന്നു. പശുക്കൾക്ക് കിടക്കുന്നതിനും അവയുടെ കുളമ്പുകളുടെ സംരക്ഷണത്തിനുമായി റബ്ബർ മാറ്റുകളും തൊഴുത്തിൽ പിരിച്ചിട്ടുണ്ട്. ജലം കുടിക്കുന്നതിനായി ഓരോ പശുവിന്റെ മുൻപിലും സ്വയം നിറയുന്ന ഡ്രിങ്കിംഗ് ബൗളും സജ്ജീകരിച്ചിരിക്കുന്നു. ഈ വലിയ പശുക്കൾ, അതായത് ശരീരഭാരം കൂടിയ പശുക്കൾ, അതിൻ്റെ 4 കാലിലെ കുളമ്പുകളിൽ അതിൻ്റെ ഭാരം മുഴുവനും താങ്ങി നിൽക്കുമ്പോൾ സാധാരണ സിമൻറ്റ് തറയിൽ നിർത്തുമ്പോൾ കുളമ്പ് തേഞ്ഞിട്ട് അതിൻ്റെ ആ മൃദുലമായ ഭാഗം തറയിൽ തട്ടുമ്പോൾ അത് മുടന്തും, അതേപോലെ അവിടെ അണുബാധയുണ്ടായി കുളമ്പ് പഴുക്കാനും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാകും. അതേപോലെ ഈ വെയിറ്റ് കൂടിയ പശുക്കൾ കിടക്കുകയും എണീക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ മുട്ടുകളും മറ്റ് ജോയിൻറ്റുകളും തറയിൽ ഉരഞ്ഞിട്ട് അവിടെ നീരുണ്ടാവുന്നുണ്ട്. നീരുണ്ടായ ആ മുട്ടിൽ നീർക്കെട്ടുണ്ടായി പഴുക്കുകയും അങ്ങനെയുള്ള രോഗങ്ങളുണ്ടായിട്ട് അതിന് എണീക്കാനും കിടക്കാനും ബുദ്ധിമുട്ടും, അതേപോലെ മുടന്തും ഉണ്ടാവുകയും ഉൽപ്പാദനശേഷി കുറയുകയും അതോടൊപ്പം തന്നെ പിന്നെ ഇതിനെ വിറ്റാൽ വില കിട്ടാത്ത ഒരവസ്ഥ പോലും ആയി വരും. അന്നേരം അതിനൊക്കെ ഒരു പരിഹാര മാർഗമായിട്ട് തറയിൽ റബ്ബർ മാറ്റ് ഇടുന്ന ഒരു ശാസ്ത്രീയ രീതിയാണ്. ഇത് മാത്രമല്ല, ഇപ്രകാരം റബ്ബർ മാറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് തറ ക്ലീൻ ചെയ്യാൻ എളുപ്പമുണ്ട്. അതുകൂടാതെ ഇവിടെ ചാണകവും മൂത്രവും ഒഴുകിപ്പോകാനായൊരു പ്രത്യേക രീതി. കാരണം ഇവിടുത്തെ എപ്പോഴും ഇത് ക്ലീൻ ചെയ്ത് നിർത്തുന്നതുകൊണ്ട് പ്രാണിശല്യം, പ്രത്യേകിച്ച് കൊതുകളുടെ ഈച്ചകളുടെ ശല്യം കുറയുന്നു. അതേപോലെ ഇതിനകത്ത് കയറിയാൽ ചാണകത്തിൻ്റെ മൂത്രത്തിൻ്റെ ആ ദുർഗന്ധം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും അതിന് രോഗങ്ങൾ കുറഞ്ഞിരിക്കും. കാരണം അല്ലെങ്കിൽ ഈ സ്മെല്ലിൽ നിൽക്കുമ്പോൾ അതിനകത്തുള്ള ആ വാതകങ്ങൾ ശ്വസിച്ചിട്ട് അതിന് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യത കുറേ കൂടും. അതേപോലെ ഇതിനെ കൈകാര്യം ചെയ്യുന്നവർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. പക്ഷേ ഇവിടെ വളരെ വൃത്തിയും വെടുപ്പോടും കൂടി ഇടാൻ സാധിക്കുന്നു. അതും മറ്റ് കർഷകർക്ക് അനുകരിക്കാവുന്ന രീതിയിൽ ഉള്ള ഒരു സംവിധാനം പുള്ളി ചെയ്തിട്ടുണ്ട്. തൊഴുത്തിലെ ശുചിത്വ പ്രവർത്തനങ്ങൾക്ക് പ്രദീപ് വളരെ പ്രാധാന്യം തന്നെ നൽകുന്നു. തൊഴുത്ത് വൃത്തിയാക്കുന്നതിനും മറ്റ് പരിചരണത്തിനുമായി ഒരു ബംഗാളി തൊഴിലാളിയും പ്രദീപിനെ സഹായിക്കുന്നു. ചാണകം നീക്കം ചെയ്ത ശേഷം തൊഴുത്ത് കഴുകി ഒഴുകുന്ന ജലം പോകുന്നതിനും ഗോമൂത്രം ഒഴുകിപ്പോകുന്നതിനും പ്രത്യേക ഓടകൾ തൊഴുത്തിലുണ്ട്. ഇതിൻ്റെ തീറ്റക്രമം എന്ന് പറയുന്നത്, നമ്മൾ കറവ കഴിഞ്ഞാൽ ഉടനെ വൈക്കോല് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ക്ഷീരസംഘത്തിൽ നിന്നും മേടിക്കുന്ന കാലിത്തീറ്റയായ പില്ലറ്റ്, പരുത്തിപ്പിണ്ണാക്ക്, ഗോതമ്പിൻ്റെ തവിട്, ഇത് 3ഉം കൂടെ മിക്സ് ചെയ്ത് ഓരോന്നിനും കൊടുക്കുകയാണ്. വെള്ളത്തിൽ കലക്കാതെ നമ്മൾ നേരിട്ട് തന്നെ അത് വാരി ഓരോന്നിനും കൊടുക്കുകയാണ് പതിവ്. അത് പാല് കിട്ടുന്ന ഓരോ പശുവിൻ്റെയും പാല് കിട്ടുന്ന അളവനുസരിച്ചാണ് ഓരോന്നിൻ്റെയും തീറ്റ നിശ്ചയിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഉച്ചക്കറവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ പച്ച പുല്ലാണ് കൊടുക്കുന്നത്. രാത്രിയിൽ വീണ്ടും വൈക്കോല് കൊടുക്കും. വൈകുന്നേരം കലക്കി ഈ പറഞ്ഞ പരുത്തി, തവിട്, പില്ലറ്റ്, ഇത് 3ഉം കൂടെ കലക്കി ഇതിന് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ തീറ്റക്രമം എന്ന് പറയുന്നത്. നന്നേ പ്രഭാതത്തിൽ ഏതാണ്ട് 4 മണിയോടുകൂടി പ്രദീപ് തന്റെ പശു പരിചരണ മുറകൾക്ക് തുടക്കമിടുന്നു. തൊഴുത്ത് വൃത്തിയാക്കിയ ശേഷം കറവ ആരംഭിക്കുന്നു. ഇതിനായി കറവയന്ത്രം ഉപയോഗിക്കുന്നു. കറവ കഴിഞ്ഞാലുടൻ പശുക്കൾക്ക് ആഹാരമായി നൽകുന്നത് വൈക്കോലാണ്. തുടർന്ന് കാലിത്തീറ്റയും പരുത്തിപ്പിണ്ണാക്കും ഗോതമ്പ് തവിടും വെള്ളത്തിൽ കലർത്താതെ മിശ്രിതമാക്കി നൽകുന്നു. കറവയുള്ള പശുക്കൾക്ക് നൽകുന്ന ആഹാരത്തിന്റെ തോത് കൂടിയുമിരിക്കും. ഉച്ചയോടുകൂടി CO3 ഇനം തീറ്റപ്പുലി നൽകുന്നു. രാത്രിയാകുന്നതോടെ വീണ്ടും കാലിത്തീറ്റ മിശ്രിതവും പശുക്കൾക്ക് കൊടുക്കുന്നു.
2 നേരത്തെ കറവയിലൂടെ ദിനം പ്രതി 90 ലിറ്ററിലേറെ പാലാണ് പ്രദീപിന് ലഭിക്കുന്നത്. ലിറ്റർ പാൽ ദിവസവും കൃത്യമായി കുണ്ടറ ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിലേക്ക് എത്തിക്കുന്നു. ബാക്കി വരുന്ന പാൽ അയൽ വീട്ടുകാർക്കും വിറ്റുപോരുന്നു. പശു വളർത്തൽ ലാഭകരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പശു വളർത്തലിൽ നമ്മൾ സ്വന്തമായിട്ട് തീറ്റപ്പുൽ കൃഷി ചെയ്യുക, വൈക്കോൽ നെൽകൃഷി ചെയ്യുക. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിലം കൃഷി ചെയ്യുന്നത് കൊണ്ട് വൈക്കോൽ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തീറ്റപ്പുൽ കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടുമാണ് പ്രധാന കാര്യം. പിന്നെ ഇപ്പോൾ മറ്റേ പില്ലറ്റ് ഇതുപോലുള്ള സാധനങ്ങൾക്ക് ക്രമാതീതമായ വിലയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ മറ്റ് മാർഗ്ഗങ്ങൾ കണ്ടെത്തുക. ഇതിന് കൊടുക്കാൻ പറ്റുന്ന തീറ്റപ്പുല്ല്, കച്ചി, ഇത് നമ്മൾ സ്വയം കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാനാവും. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ക്ഷീരവകുപ്പിൽ പാൽ കൊടുക്കുമ്പോൾ അത് താരതമ്യേന വില കുറവാണ്. പക്ഷേ പുറത്ത് നമ്മുടെ നാട്ടുപ്രദേശങ്ങളിലെ ആൾക്കാർക്ക് പാൽ കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ആദായകരമായിട്ട് പോകുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ വീടുകളിൽ തൈര്, പിന്നെ നെയ്യ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്താൽ കുറച്ചുകൂടെയൊക്കെ നമുക്കത് ലാഭകരമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. സ്വന്തമായി വൈക്കോലും തീറ്റപ്പുല്ലും ഉണ്ടെങ്കിൽ കാലി വളർത്തൽ ലാഭകരമാണെന്ന് പ്രദീപ് പറയുന്നു. ഇവിടെ വാഴയുടെ ഇടവിളയായി സ്വന്തം പുരയിടത്തിൽ CO3 ഇനം തീറ്റപ്പുല്ലും പ്രദീപ് കൃഷി ചെയ്യുന്നു. നൂതനമായ നിർദ്ദേശങ്ങളും സഹകരണവുമായി മൃഗസംരക്ഷണ വകുപ്പും പ്രദീപിനോടൊപ്പമുണ്ട്. കറവ പശുക്കൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാലമാണ് ഈ ചൂട് സമയം. അതായത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, അതായത് മഴ തുടങ്ങി അന്തരീക്ഷം തണുക്കുന്നത് വരെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കും കറവ പശുക്കൾ. പ്രത്യേകിച്ചും അത്യുൽപാദന ശേഷിയുള്ള ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ, സിസ് ബ്രൗൺ, ജേഴ്സി ഇനങ്ങളിൽ അതിൽ ഏറ്റവും കൂടുതൽ ചൂട് താങ്ങാൻ ബുദ്ധിമുട്ട് വരുന്നത് ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ എന്നുള്ള അത്യുൽപാദന ശേഷി കൂടിയ പശുക്കളാണ്. സാധാരണഗതിയിൽ ഇതേപോലെ ഒരു ഷെഡാണെങ്കിൽ വായുസഞ്ചാരം വളരെ കൂടുതൽ കിട്ടുകയും ഫാൻ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഈ ഫാൻ തുടർച്ചയായിട്ട് പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ ഈ കാറ്റടി കൊണ്ട് അതിൻ്റെ ചൂട് ഒരു പരിധിവരെ അത് താങ്ങാൻ പറ്റുന്ന രീതിയിലാകും. ചൂട് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ അത് വാ തുറന്ന് അണയ്ക്കുകയും അത് അതിൻ്റെ ആരോഗ്യത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുക. അതുവഴി ഉൽപ്പാദനശേഷി കുറയും. അതേസമയം ഇതേപോലെ തൊഴുത്തിന് മറ്റ് പോരായ്മയെന്ന് വെച്ചാൽ അതിൻ്റെ റൂഫിൻ്റെ ഉയർച്ച കുറവ്, അതേപോലെ വായുസഞ്ചാരം കുറഞ്ഞിരിക്കുക, ഇങ്ങനെയുള്ള സംഗതി വരുമ്പോൾ ചെയ്യേണ്ടത് കർഷകർ പശുക്കളെ കഴിവതും പകൽ സമയത്ത് പുറത്ത് മരത്തിൻ്റെ തണലിൽ കെട്ടി നിർത്തുക. അതേപോലെ ചൂട് കൂടി വരുന്ന സമയത്ത് പച്ചവെള്ളം ആവശ്യാനുസരണം കുടിക്കാൻ കൊടുക്കുക. അതേപോലെ ഇതിനെ ഇടയ്ക്ക് കുളിപ്പിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നനച്ച തുണിയോ അല്ലെങ്കിൽ ചാക്ക് പുറത്തിടുക പറയുന്നുണ്ടെങ്കിൽ പനിയോ അങ്ങനെ എന്തെങ്കിലും രോഗം ബാധിച്ച പശുക്കളെ ഇടയ്ക്കിടയ്ക്ക് കുളിപ്പിച്ച് നിർത്തുന്നത് അത്ര ആശാസ്യമല്ല. കാരണം പനി കൂടാനൊക്കെ സാധ്യതയുണ്ട്. ക്ഷീരമേഖലയ്ക്കാണ് മുൻതൂക്കം നൽകിയതെങ്കിലും ഒരു സമ്മിശ്ര കാർഷിക വൃത്തി എന്ന നിലയിലേക്ക് തന്റെ കാർഷിക സങ്കല്പം പൂർത്തീകരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇന്ന് പ്രദീപ്. സ്വന്തമായുള്ള 5 ഏക്കർ വയലിലാണ് പ്രദീപിന്റെ നെൽകൃഷി. 120 ദിവസം കൊണ്ട് മൂപ്പ് വരുന്ന ഞവര, അത്യുൽപാദന ശേഷിയുള്ള ഭാഗ്യ എന്നീ നെല്ലിനങ്ങളാണ് കൃഷി ചെയ്യുന്നത്. വയലിന്റെ കരഭാഗത്തും വീടിനോട് ചേർന്ന പുരയിടത്തിലും പ്രദീപ് നട്ടുവളർത്തുന്ന പച്ചക്കറി ഇനങ്ങളും ധാരാളം. ചീര, തക്കാളി, കാബേജ്, കോളിഫ്ലവർ, വഴുതന, വെണ്ട, പയർ, ഹണി ഡി പപ്പായ തുടങ്ങിയവയെല്ലാം ഇവിടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലാണ്. പ്രദീപിന്റെ കാലിത്തൊഴുത്തിലെ ചാണകം മാത്രമാണ് കൃഷിയിടത്തിലെ പ്രധാന വളം. കുണ്ടറ കൃഷിഭവന്റെ നിരീക്ഷണവും സഹായവും കൃഷിയിടങ്ങളിൽ പ്രദീപിന് ഏറെ തുണയാകുന്നു. കൃഷി വകുപ്പിൻ്റെ വിവിധ പദ്ധതികൾ ശ്രീ പ്രദീപ് കുമാറിൻ്റെ ഈ 5 ഏക്കറോളം വരുന്ന കൃഷി സ്ഥലത്ത് കൃഷി വകുപ്പ് വഴി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനമായും പച്ചക്കറി കൃഷിയാണ് പുള്ളി ചെയ്യുന്നത്. കൂടാതെ നെൽകൃഷി, മറ്റേ വാഴക്കൃഷി, എല്ലാ കൃഷികളും സമ്മിശ്രമായിട്ടാണ് കൃഷി ചെയ്യുന്നത്. ഇപ്പം 2 ഹെക്ടറോളം സ്ഥലത്ത് നെൽകൃഷി, മുണ്ടൻ കൃഷി ചെയ്തിട്ടുണ്ട്. അത് വിളവെടുക്കുന്നതിന് പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ പച്ചക്കറി കൃഷിയും വിളവെടുക്കുന്നതിന് വേണ്ടി പ്രായമായിരിക്കുകയാണ്. പ്രധാനമായും പുള്ളി ഇതിനു വേണ്ടി ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. വാഴക്കൃഷിക്കും ഈ പച്ചക്കറി കൃഷിക്കും നെൽകൃഷിക്കുമെല്ലാം പുള്ളി തന്നെ ഉണ്ടാക്കുന്ന മണ്ണിര കമ്പോസ്റ്റും
അതുപോലെ തന്നെ പിന്നെ ജൈവവളമായ ചാണകവുമാണ് ഉപയോഗിക്കുന്നത്. രാസവളത്തിൻ്റെ ഉപയോഗം വളരെ കുറവാണ്. ജൈവ കൃഷിയാണ് പുള്ളി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലൂടെയുള്ള ഉൽപ്പാദനം പുള്ളി തൊട്ടടുത്തുള്ള വിപണിയിൽ ഇവിടെ ഉണ്ടാകുന്ന ഉൽപ്പാദനങ്ങൾ അത് തൊട്ടടുത്തുള്ള ചിറ്റുമല വിപണിയിൽ വിറ്റഴിക്കുകയും അതിലെ ഒരു കമ്മിറ്റി മെമ്പർ കൂടിയാണ് ശ്രീ പ്രദീപ് കുമാർ. വയലോരത്ത് നിൽക്കുന്ന തെങ്ങുകളും കവുങ്ങുകളും ഒട്ടും കുറവല്ല. വാഴയാണ് പ്രദീപിന്റെ മറ്റൊരു പ്രധാന കാർഷിക വിള. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വഴിപാടിനങ്ങളായ ചെങ്ങാലിക്കോടൻ ഏത്തവാഴ, കദളിവാഴ എന്നിവയ്ക്കൊപ്പം മറ്റെല്ലാ ഇനം വാഴകളും പ്രദീപിന്റെ പുരയിടത്തിലുണ്ട്. ഔഷധ സസ്യങ്ങളായ കറ്റാർവാഴ, അമ്പഴങ്ങ, കരിനെച്ചി, ആര്യവേപ്പ്, ശതാവരി തുടങ്ങിയവയും ഇവിടുണ്ട്. നീർത്തട പ്രദേശമായതുകൊണ്ട് ജലക്ഷാമവുമില്ല. കളിമണ്ണെടുത്ത് രൂപം കൊണ്ട 2 വിശാലമായ കുളങ്ങൾ കൃഷിയിടത്തോട് ചേർന്നുള്ളതിനാൽ വറ്റാത്ത ജലസ്രോതസ് പ്രദീപ് പ്രയോജനപ്പെടുത്തുന്നു. വിവിധ തരം മുട്ടക്കോഴികളുടെ ഒരു സംഘത്തെയും പ്രദീപ് ഇവിടെ പരിപാലിക്കുന്നു. കൂടാതെ ഗൂസ്, ഗിനി ഇനങ്ങളും വളർത്തു പക്ഷികളിൽ പെടുന്നു. അടുക്കള ജോലിക്ക് ശേഷം ലഭിക്കുന്ന സമയം മുഴുവൻ ഭർത്താവിന്റെ കാർഷിക പരിപാലനത്തിൽ പങ്കാളിയായിക്കൊണ്ട് പ്രദീപിന്റെ പത്നി പ്രിയ തൊഴുത്തിലും തുടിയിലുമൊക്കെയുണ്ട്. എൻ്റെ വിവാഹശേഷമാണ് ഞാൻ നേരിട്ട് കൃഷിയായിട്ട് ഇടപെട്ട് സഹകരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു 6 കൊല്ലം കൊണ്ട് ഹസ്ബൻഡ് എല്ലാ രീതിയിലുള്ള പച്ചക്കറികളും കാലി വളർത്തലും എല്ലാം നടത്തി വന്നിരുന്നു. ഇപ്പോൾ ഒരു 6 മാസമായി ഞങ്ങൾ ഒരു ഹൈടെക് ഫാമിംഗ് എന്നുള്ള രീതിയിൽ പുതിയതായിട്ട് ഒരു 10-21 പശുക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തി വരികയാണ്. ദിവസം ഒരു 90 ലിറ്റർ പാലോളം അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ഒരു ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ആണ് ഞങ്ങളിപ്പോൾ നടത്തി വരുന്നത്. അതുകൊണ്ട് ഓരോ കൃഷിക്കും വരുന്ന ചിലവ് ഒരു പരിധി വരെ കുറയ്ക്കാൻ ഇതുവഴി സഹായമാവുന്നുണ്ട്. പിന്നെ പച്ചക്കറി എന്ന് പറഞ്ഞാൽ എല്ലാ ഇനം ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഇനം പച്ചക്കറികളും നമുക്ക് ഇവിടെ ഇപ്പം നടത്തി വരുന്നുണ്ട്. ചീര, വെണ്ട, പയർ, പച്ചമുളക്, തക്കാളി എന്നിങ്ങനെ എല്ലാ ഇനം പച്ചക്കറികളും ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. ഇതിനെല്ലാം ഏറ്റവും പ്രധാനമായും ചാണകം ആണ് വളമായിട്ട് ഉപയോഗിക്കുന്നത്. മെയിൻ ഇവിടെ 2 വിപണികളുണ്ട്. നെടുമ്പായിക്കുളം വിപണി, ഒരു ചിറ്റുമല വിപണി. ഈ വിപണികളിലാണ് പ്രധാനമായിട്ടും പച്ചക്കറി വിഭവങ്ങളൊക്കെ കൊടുക്കുന്നത്. പിന്നെ പോരാത്തതിന് ചുറ്റുപാടുമുള്ള നാട്ടുകാരും നമ്മുടെ അയലത്തുകാരും എല്ലാം ഇവിടെ വന്ന് വാങ്ങിക്കാറുമുണ്ട്. അതൊരു വീട്ടമ്മ എന്ന നിലയ്ക്ക് ധാരാളം നമുക്ക് ആവശ്യാനുസരണം എല്ലാം ഉപയോഗിക്കാമെന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു നേട്ടം. അതിനേക്കാൾ ഉപരി കുഞ്ഞുങ്ങൾക്കും വീട്ടുകാർക്കും ഒക്കെ കീടനാശിനി തളിക്കാത്ത പച്ചക്കറി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ഇതിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സന്തോഷം. കുഞ്ഞുമക്കളായ വരദയ്ക്കും സച്ചിന്മയിക്കും ഒരു കൗതുകമാകട്ടെ എന്ന് കരുതിയാണ് 2 കുതിരകളെ പ്രദീപ് വാങ്ങി വീട്ടിലെത്തിച്ചത്. പക്ഷേ ഉത്സവങ്ങൾക്കും ഘോഷയാത്രകൾക്കുമൊക്കെയായി ആവശ്യക്കാർ എത്തിയതോടെ ഇവരും പ്രദീപിന്റെ വരുമാന വഴിയിലെ അംഗങ്ങളായി. കാർഷിക മേഖലയോട് നമ്മുടെ യുവതലമുറ ഇന്ന് അകലമിടുമ്പോൾ കൃഷിയെ ഒരു മുഖ്യധാരാ തൊഴിൽ സംരംഭമാക്കി മാറ്റിയാൽ അത് ജീവിത വിജയം പകരും എന്നതിന്റെ ദൃഷ്ടാന്ത സത്യമായി നമുക്ക് മുൻപിൽ നിൽക്കുകയാണ് കാഞ്ഞിലോട്ട് കായൽ തീരത്തെ പ്രദീപ് എന്ന ഈ യുവ കർഷകൻ. കൃഷിയോടുള്ള ആഭിമുഖ്യവും അതിനായി പ്രകടിപ്പിക്കുന്ന ഇച്ഛാശക്തിയും വഴി അദ്ദേഹം നേട്ടങ്ങൾ കൈയാളുമ്പോൾ അത് പകരുന്നത് മാതൃകാപരമായ ഒരു ജീവിത സന്ദേശം തന്നെ.
यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्ट। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹരിതമുദ്ര അവാർഡിന് ഏപ്രിൽ 15 വരെ അപേക്ഷ സമർപ്പിക്കാം. ചക്ക ഉൽപ്പന്ന നിർമ്മാണത്തിൽ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ പരിശീലനം. വിശദമായ വാർത്തകളിലേക്ക്. 2015-16 സാമ്പത്തിക വർഷത്തിൽ വിവിധ ദൃശ്യ, ശ്രാവ്യ, അച്ചടി മാധ്യമങ്ങൾ വഴി പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്യുകയോ ചെയ്ത മികച്ച കാർഷിക പരിപാടിക്ക് കൃഷി വകുപ്പ് നൽകുന്ന ഹരിതമുദ്ര അവാർഡിന് 2016 ഏപ്രിൽ 15 മുൻപ് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. 2015-16 വർഷം പ്രസിദ്ധീകരിച്ചതിൽ നിന്ന് തെരഞ്ഞെടുത്ത 10 രചനകളുടെ ഫോട്ടോ കോപ്പികൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. സംപ്രേഷണം ചെയ്ത കാർഷിക പരിപാടിയാണെങ്കിൽ 4 എപ്പിസോഡുകളുടെ CD-യാണ് സമർപ്പിക്കേണ്ടത്. കൂടാതെ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തതിന്റെ ടെലികാസ്റ്റ് സർട്ടിഫിക്കറ്റും അപേക്ഷയോടൊപ്പം നൽകണം. അപേക്ഷാ ഫോറവും വിശദാംശങ്ങളും ലഭ്യമാകാൻ സന്ദർശിക്കാവുന്ന വെബ്സൈറ്റ് www.fibkerala.gov.in. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471 2 317 314. ഓച്ചിറ ക്ഷീരോൽപ്പന്ന പരിശീലന വികസന കേന്ദ്രത്തിൽ മാർച്ച് 16 മുതൽ 22 വരെ ക്ഷീരകർഷകർക്ക് പശു വളർത്തലിൽ പരിശീലനം നൽകുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 30 പേർക്കാണ് പ്രവേശനം നൽകുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0476 2 698 550. മൊബൈൽ നമ്പർ 9446 3 76108. പത്തനംതിട്ട കാർഡ് ICAR കൃഷി വിജ്ഞാന കേന്ദ്രം ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വാണിജ്യ ഉൽപ്പാദനം സംബന്ധിച്ച് കർഷകർക്ക് പരിശീലനം നൽകുന്നു. പ്രായോഗിക പരിശീലനം ഉൾപ്പെടെ 3 ദിവസമാണ് പരിശീലനം. പരിശീലനത്തിൽ പങ്കെടുക്കുന്നതിന് പേര് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ഇനി പറയുന്നു: 0469 2 661 821. ആലപ്പുഴ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ചക്കയുടെ സീസൺ തുടങ്ങുന്നതിനനുസരിച്ച് ചക്കയുൽപ്പന്ന നിർമ്മാണത്തിൽ പരിശീലനം നൽകുന്നു. താൽപ്പര്യമുള്ളവർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0479 2 449 268. റബ്ബറിന്റെ നിയന്ത്രിത കമിഴ്ത്തിവെട്ടിലും ഇടവേള കൂടിയ ടാപ്പിംഗ് രീതികളിലും റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. ഉത്തേജക ഔഷധ പ്രയോഗം, നിയന്ത്രിത കമിഴ്ത്തിവെട്ട്, കാഠിന്യം കുറഞ്ഞ ടാപ്പിംഗിന് സ്വീകരിക്കാവുന്ന ഇടവേളകൾ എന്നീ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള ഏകദിന പരിശീലനം മാർച്ച് 22-ന് കോട്ടയത്തുള്ള റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തും. പരിശീലന ഫീസ് 400 രൂപയാണ്. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0481 2 351 313. മറ്റൊരു നമ്പർ 0481 2 553 127. കമ്പോളം നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി കിൻഡലിന് 7600 രൂപ, കോഴിക്കോട് 8400, തൃശൂർ 7500. കൊപ്ര കൊച്ചി 5215, കോഴിക്കോട് 5400, തൃശൂർ 5240. കുരുമുളക് അൺഗാർബിൾഡ് 61800, ഗാർബിൾഡ് 64800. ചുക്ക് മീഡിയം 17000, ബെസ്റ്റ് 18500. മഞ്ഞൾ സേലം 11100, മഞ്ഞൾ ഈറോഡിൽ 11300. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 10700 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 10800. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 10700, റബ്ബർ RSS 4ാം ഗ്രേഡ് 10800 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ.
വെളിച്ചെണ്ണ ക്വിന്റലിന് 7,600 രൂപ, കൊപ്ര 5,215, പിണ്ണാക്ക് എക്സ്പെല്ല് 2,000, റോട്ടറി 2,300, കുരുമുളക് അൺഗാർബിൾഡ് 61,800, ഗാർബിൾഡ് 64,800, ചുക്ക് മീഡിയം 17,000, ബെസ്റ്റ് 18,500, അടയ്ക്ക പുതിയത് 19,000-നും 20,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 180 രൂപ മുതൽ 200 രൂപ വരെ, ജാതിക്ക തൊണ്ടില്ലാത്തത് 380 മുതൽ 400 വരെ, ജാതിപത്രി 600 മുതൽ 925 വരെ, ഗ്രാമ്പു 765 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് ക്വിന്റലിന് 10,700 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 10,800, ഒട്ടുപാൽ 7,550, ലാറ്റക്സ് 7,600 രൂപ. കമ്പോള അവലോകനം. അറബ് രാജ്യങ്ങൾ ഇന്ത്യൻ ഏലക്കയിൽ താൽപര്യം കുറച്ചു. സൗദി അറേബ്യയിൽ ഏലക്കയുടെ കരുതൽ ശേഖരം ഉയർന്നത് പുതിയ ഓർഡറുകൾക്ക് തടസ്സമായി. ഇന്ന് ഇടുക്കിയിൽ നടന്ന ലേലത്തിൽ 52 ടണ്ണിന്റെ കൈമാറ്റം നടന്നു. മികച്ചിനം ഏലക്ക കിലോ 880 രൂപയിലാണ്. വിദേശ ഭക്ഷ്യ എണ്ണ ഇറക്കുമതി ഉയർന്നത് വെളിച്ചെണ്ണയ്ക്ക് അടക്കമുള്ള പാചക എണ്ണകളുടെ പ്രാദേശിക ഡിമാൻഡിനെ ബാധിച്ചു. മില്ലുകാർ വെളിച്ചെണ്ണ വിറ്റഴിക്കാൻ മത്സരിച്ചു. കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലും കൊപ്രയുടെ ലഭ്യത ഉയർന്നു. അവധി വ്യാപാരത്തിൽ റബ്ബർ അഭിമുഖീകരിച്ച വിൽപ്പനാ സമ്മർദ്ദം ടയർ വ്യവസായികളെ മുഖ്യ വിപണികളിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ഷീറ്റിന്റെ ലഭ്യത കുറഞ്ഞിട്ടും റബ്ബർ വില ഉയർന്നില്ല. കയറ്റുമതി മേഖലയിൽ നിന്നും ആഭ്യന്തര വ്യാപാരികളിൽ നിന്നും കുരുമുളകിന് അന്വേഷണങ്ങൾ ചുരുങ്ങി. അൺഗാർബിൾഡ് കുരുമുളക് 61,800 താഴ്ന്നാണ് ഇന്ന് വിപണനം ആരംഭിച്ചത്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 37.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.9 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.9, 26.7, കൊച്ചി 34.6, 27, ആലപ്പുഴ 37.3, 25.4, പുനലൂർ 37.5, 23.6, തിരുവനന്തപുരം കൂടിയ താപനില 35.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.2 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.